അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിന്നൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരു മാനേജർ ഓഫീസിലേക്ക് കടന്നു വരികയാണ്. വന്ന ഉടനെ അവിടെ ഉണ്ടായ ഒരു എംപ്ലോയിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അയാൾക്ക് അന്ന് ഓൾറെഡി ഒരു ബാഡ് ഡേ ആണ്, ഭയങ്കര സ്ട്രെസ്സും ഫ്രസ്ട്രേഷനൊക്കെ ആയിട്ട് വന്നത്. അത് മുഴുവനും ഒന്നും അറിയാത്ത ആ പാവ എംപ്ലോയിയുടെ അടുത്ത് എടുക്കുകയാണ്. പക്ഷെ എംപ്ലോയി ആണെങ്കിൽ ഒന്നും തിരിച്ച് പറയാതെ കാമായിട്ട് അത് കേൾക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഈ ക്ഷമയോടെയുള്ള ഈ ഒരു എംപ്ലോയിയുടെ റെസ്പോൺസ് കൊണ്ട് ആ ബോസിൻ്റെ ദേഷ്യം ഗ്രാജുവലി ഇങ്ങനെ കുറയും. അയാൾ സ്റ്റിൽ അപ്സെറ്റ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും അല്ലേ? പക്ഷെ മറിച്ച് ഈ എംപ്ലോയി തിരിച്ച് ചൂടാവുകയാണ്, അല്ലെങ്കിൽ എന്നോട് എന്തിനെങ്ങനെ പറയണം, ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്യായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ആ ബോസിൻ്റെ ദേഷ്യം ഒന്നും കൂടി കൂടും അല്ലേ? പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യാമെന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ബോസ് ഓൾറെഡി അയാൾ നെഗറ്റിവിറ്റിയിൽ ഇരിക്കുകയാണ്. ആ നെഗറ്റിവിറ്റിനെ ഒന്നും കൂടി ഫീഡ് ചെയ്യുകയാണ് നമ്മൾ ഒരിക്കലും ദേഷ്യം കൊണ്ട് നേരിടരുത്. അങ്ങനെ നേരിട്ടാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ദേഷ്യം വീണ്ടും കൂടുകയുള്ളൂ. രണ്ടുപേരുടെ ദേഷ്യവും ഭയങ്കരമായിട്ട് വർദ്ധിക്കും. അതൊരു വലിയൊരു വഴക്കിലേക്കോ പ്രശ്നത്തിലേക്കോ മാറും. അപ്പോൾ ആ ഒരു സൈക്കിള് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾ ക്ഷമയോടെയും ദയയോടെയും കരുണയോടെയൊക്കെ പെരുമാറുക. മറ്റേ ആളുടെ ഒരു സിറ്റുവേഷൻ ഏകദേശം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറുക. ഒരാളുടെ കൊടുങ്കാറ്റിന് മുമ്പിൽ നമ്മൾ ശാന്തതയോടെ നിൽക്കുമ്പോൾ നമ്മളവിടെ ഒരു ഷിഫ്റ്റ് ഓഫ് എനർജിയാണ് ഉണ്ടാക്കുന്നത്. സോ സ്റ്റേ പേഷ്യൻറ്റ് ആൻഡ് പോസിറ്റീവ് ആൻഡ് മേക്ക് ദ സിറ്റുവേഷൻ ബെറ്റർ.